രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, വാഗമൺ പോയാലോ? ഓക്കെ, പെട്ടെന്ന് എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് പുനലൂർ ശരവണഭവനിൽ കയറി ഒരു മസാല ദോശ കഴിച്ചിട്ട് നേരെ വാഗമണ്ണിന് വിട്ടു. മുണ്ടക്കയം വഴിയാണ് നമ്മൾ പോയത്. ആ വഴിയൊക്കെ കാണാൻ തന്നെ ഭയങ്കര പ്രത്യേക ഭംഗിയാണ്. കഥകളും വർത്താനവും കാഴ്ചകളും ഒക്കെ കണ്ട് അങ്ങനെ അടിപൊളിയൊരു യാത്ര. ഉച്ചയായപ്പോൾ പാല എത്തി. പാലയിൽ നിന്ന് ഞങ്ങൾ ഒരു ഒരു റെസ്റ്റോറൻറ്റ് കം ഷാപ്പായിരുന്നു അത്. അപ്പോൾ നമ്മൾ അവിടുന്ന് മുന്തിരിക്കള്ളാണെന്ന് തോന്നുന്നു, മുന്തിരിക്കള്ള് മേടിച്ചു, കുടിച്ചു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഊണാണ് മേടിച്ചത്. നമ്മൾ രാവിലെ എണീറ്റ് ബുക്ക് ചെയ്ത റിസോർട്ടാണ് കേട്ടോ ഇത്, കിസ്സിങ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അവിടെ ചെന്നപ്പോൾ നമുക്ക് ശരിക്കും നേരത്തെ എന്താ ഈ റിസോർട്ട് നമ്മൾ കാണാഞ്ഞേന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി എന്തായാലും നെക്സ്റ്റ് വെക്കേഷൻ വരുമ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് അന്നേരെ ഉറപ്പിച്ചു. ഇത്തിരൂടെ തണുപ്പുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും. എന്നാലും ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം നമുക്ക് പറഞ്ഞിരുന്നത് മുകളിലത്തെ റൂമായിരുന്നെങ്കിലും താഴെ ഒരു സെപ്പറേറ്റ് കോട്ടേജ് എടുത്ത ആൾക്കാർ വരാത്തത് കാരണം ഞങ്ങൾ ഭയങ്കര ലക്കിയായിരുന്നു. ഞങ്ങൾക്ക് ആ റൂം കിട്ടി. ശരിക്കും അത് ഒരു സെപ്പറേറ്റ് വീട് പോലെയായിരുന്നു ഞങ്ങൾക്ക്. എനിക്കറിയില്ല, ഞങ്ങൾ വെക്കേഷൻ എവിടെ പ്ലാൻ ചെയ്താലും അവിടെയൊക്കെ ഞങ്ങൾ ഭാഗ്യം വെയിറ്റ് ചെയ്യുമെന്ന് വേണം പറയാൻ. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു, സെപ്പറേറ്റ് കോട്ടേജ് കിട്ടി. കാരണം ഞങ്ങൾക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു അവിടെ. നമുക്ക് ആ വീടും പരിസരവും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ആണ്ടൂന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ പുതിയ വീടാണെന്ന് അവൾ ചോദിച്ചേ. നമ്മൾ കൊടൈക്കനാൽ പോയ സമയത്താണെങ്കിൽ അമ്മയിൽ നടന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ഇവൾ ഈ വീട് മൊത്തവും ഓടി നടക്കുകയാണ്. പിന്നെ ഞാനും നിമ്മായും പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കണ്ടു. നമ്മളിപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിലും ഇതിലും നല്ല കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായിരിക്കുമായിരിക്കും. നമ്മൾ ജാനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് പോയത്. എന്നാലും ആംബിയൻസിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാനും നിമ്മായി ഇതുപോലെ വെക്കേഷന് വരുന്നതിന് മുന്നേ എവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. നമ്മൾ വർക്കല അതുപോലെ പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പായിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും വന്ന സമയത്ത് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞാൻ വെക്കേഷൻ ഇനി 2 ദിവസം കൂടെ തീരാനുള്ളായിരുന്നു. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്നും കൂടെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിച്ച് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫിക്സ് ആക്കിയ ഒരു ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ ഒന്നും അങ്ങോട്ട് പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല ഒരുപാട്. ആണ്ടുപ്പയുടെ വീട് ആണ്ടുപ്പൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ജസ്റ്റ് ചില്ല് ചെയ്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾക്ക് മൊട്ടക്കുന്നിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ശരിക്കും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഭയങ്കര പ്രൈസൊന്നുമല്ല, ശരിക്കും അഫോർഡബിൾ പ്രൈസായിരുന്നു ഈ വിലയ്ക്ക്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു അവിടെ. പിന്നെ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല കുന്നും താഴ്വാരും മലകളും ചെറിയ അരുവിയൊക്കെ ഇനി ഇടയ്ക്കൂടെ കാണാം. നമുക്ക് ഈ വീഡിയോയ്ക്കത് കാണാൻ പറ്റത്തില്ല, നമുക്കല്ലാതെ നേരിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മേളിലേക്ക് തന്നെ കുറേ വേറെ കോട്ടേജും റൂംസും ഒക്കെ ഉണ്ട്. ഞാൻ അമ്മേനെ കൊണ്ട് കുറച്ച് റീൽസിനുള്ള വീഡിയോസൊക്കെ ചുമ്മാ ഇങ്ങനെ എടുപ്പിക്കുമായിരുന്നു. എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായി
ഇങ്ങനെ ഒരു ഇവിടെയൊക്കെ ആയിരുന്നു വീടെങ്കിൽ നിന്ന് ശരിക്കും ആഗ്രഹിച്ചു പോയി. ചെറിയൊരു വീടും ഒരു മുറ്റവും ഫ്രണ്ടിൽ ഇതുപോലെ നല്ല വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും അല്ലേ. ഞാനും ജിമ്മിച്ചാനും ഒരേ വൈബാണ്. ഞങ്ങൾക്ക് പറ്റിയ വൈബുള്ള ആളാണ് നിമ്മയും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാണിച്ചാലും അതിൻ്റെ കൂടെ നിൽക്കും. അതിനുശേഷം ഞങ്ങൾ മൊട്ടക്കുന്നിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നടന്നു കുട്ടീസിൻ്റെ കൂടെ. പിന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. തിരിച്ച് വരുമ്പോൾ ജിമ്മിച്ചാൻ സൂര്യനെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വില്ലയിലേക്ക് പോരുന്നു. പിന്നെ വൈകുന്നേരം അവർ തന്നെ സെപ്പറേറ്റ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫുഡായിരുന്നു. കുറേ ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ. വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമായത് കാരണം നമ്മൾ പിന്നെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചില്ലി ചിക്കനും ചിക്കൻ 65 ഒക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. ഭയങ്കര ഹോംലി ടേസ്റ്റായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ സൺറൈസൊക്കെ കാണാൻ വേണ്ടി നേരത്തെ എണീറ്റു. അത്യാവശ്യം കോടയും മഞ്ഞും ഒക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അവിടെ. മഞ്ഞുതുള്ളിയൊക്കെ ഇങ്ങനെ ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട്. പിന്നെ ഞാനും അമ്മയും മാത്രമേ രാവിലെ നേരത്തെ എണീറ്റുള്ളൂ. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് പിന്നെ നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ജിമിജാനും നിമ്മയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ വൈകുന്നേരമേ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ഓർഡർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സൂര്യോദയത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നിന്നു. അവിടെ ഞാനും അമ്മയും മലകളും താഴ്വാരങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. ദൂരെ നിന്ന് എവിടുന്നോ അമ്പലത്തിൽ നിന്നൊരു പാട്ട് വരുന്നുണ്ടായിരുന്നു. അതൊരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എല്ലാവരും റെഡിയായി കുളിച്ച് റെഡിയായിട്ട് നമ്മൾ മുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാനുള്ള പ്ലാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കടലയും ഇഡ്ഡലിയൊക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ കുറച്ച് അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയി. ഗ്ലാസ് ബ്രിഡ്ജ് ശരിക്കും ഒരു പുതിയൊരു അനുഭവമായിരുന്നു. താഴേക്ക് നോക്കി ശരിക്കും നമുക്ക് പേടിയാവും, കാരണം ഭയങ്കര ഉയരത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജിമിച്ച നേരെ മാത്രം നോക്കി നടന്നോളാൻ പറഞ്ഞു. ഇല്ല, ഞാൻ വീഡിയോ നോക്കുന്നത്. താഴോട്ട് നോക്കിപ്പോയാൽ തല കറങ്ങും, അത് ഫോർ ഷുവറാണ്. പക്ഷെ ആണ്ടുവിൻ്റെ മുഖത്ത് ഒരു പേടി എനിക്ക് തോന്നിയില്ല. അവൾ കൂളായിട്ട് നടക്കുമായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അമ്മേൻ്റെ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ അവിടെ തന്നെ റോസ് ഗാർഡൻ ഉണ്ടായിരുന്നു. നമ്മൾ റോസ് ഗാർഡനിലൊക്കെ പോയി. പിന്നെ വാഗമണിൻ്റെ അവിടെ തന്നെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് കുട്ടിക്കാനം വഴിയാണ് പോയത്. തേയിലത്തോട്ടത്തിലൂടെയൊക്കെ ഉള്ള അടിപൊളി യാത്രയായിരുന്നു. അല്ലെങ്കിലും വാഗമണ്ണിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ നല്ല ഒരു ഭംഗിയാണ്. നേരെ പുനലൂരോട്ടുള്ള റോഡ് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചു. പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും വീട്ടിലെത്തി.